നമസ്കാരം. ഭാരത പൈതൃകത്തിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹാർദവമായ സ്വാഗതം. ഇന്ന് ശിവരാത്രിയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ആദ്യം തന്നെ എല്ലാവർക്കും ശിവരാത്രി ദിന ആശംസകൾ. ഞങ്ങളുടെ അടുത്ത ക്ഷേത്രങ്ങളിലൊക്കെ ഇന്ന് ഉത്സവമാണ്. കണ്ടകർണങ്കാവ്, അതേപോലെ ചെറിയ ക്ഷേത്രങ്ങളിലൊക്കെ ഇന്ന് വലിയ ഉത്സവ പ്രതീതി ഉളവാക്കുന്ന ഒരു ദിവസം കൂടിയാണ്. അപ്പം നമുക്ക് ശിവനുമായി ബന്ധപ്പെട്ട മാർക്കണ്ഡേയന്റെ ഒരു കഥയിലേക്കൊന്ന് കടന്നുമില്ല. മിക്കവാറും പല ആളുകൾക്കും ഈ കഥ അറിയാവുന്നതാണ്, എന്നാലും പുതിയ കുട്ടികൾക്കൊന്നും ഈ കഥ കേട്ടിട്ടില്ലായിരിക്കാം. ഈ കഥയുടെ സന്ദേശമാണ് നമ്മൾ ഇന്ന് ഭാരത പൈതൃകത്തിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. എന്നാലും നമുക്ക് കഥയിലേക്ക് കടക്കാം. വളരെ പണ്ട് ഒരു ശിവഭക്തനായ ഒരു മുനി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് മൃഗണ്ടു എന്നായിരുന്നു. അദ്ദേഹത്തിന് ഒരുപാട് നാളായിട്ട് മക്കളൊന്നുമില്ലാതെ വിഷമിച്ച അദ്ദേഹം അങ്ങനെ അവസാനം അദ്ദേഹവും ഭാര്യയും കൂടി ശിവനെ കഠിനമായ തപസ്സിൽ, അല്ലെങ്കിൽ ശിവനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി കഠിനമായ തപശ്ചര്യകളിൽ മുഴുകി. അങ്ങനെ അവസാനം ശിവൻ അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് ചോദിച്ചു, മൃഗണ്ടു, അങ്ങക്ക് എന്ത് വരമാണ് വേണ്ടത്? അദ്ദേഹം പറഞ്ഞു, എനിക്കൊരു മകനെ തന്നാൽ മതി ഭഗവാനെ എന്ന് പറഞ്ഞു. അന്നേരം ഭഗവാൻ ഉടനെ ചോദിച്ചു, എങ്ങനെയുള്ളൊരു മകനെയാണ് അങ്ങക്ക് ആവശ്യം? 16 വയസ്സ് മാത്രമുള്ള വളരെ ജ്ഞാനിയും ആത്മദർശനമൊക്കെയുള്ള ഒരു മകനെയാണോ, അതോ 100 വയസ്സ് വരെ ആയുസുള്ള വലിയ ഗുണങ്ങളൊന്നും കാണിക്കാത്ത അനുരൂപനല്ലാത്ത ഒരു മകനെയാണോ വേണ്ടതെന്ന് ചോദിച്ചു. ഉടൻ തന്നെ മൃഗണ്ട് ഉത്തരം പറഞ്ഞു, എനിക്ക് 16 വയസ്സ് മാത്രം ആയുസുള്ള ആ മകന് മതിയെന്ന് അദ്ദേഹം ഭഗവാനോട് പറയുകയും ചെയ്തു. അങ്ങനെ തഥാസ്തു എന്ന് അരുളി ചെയ്തുകൊണ്ട് ഭഗവാൻ അപ്രത്യക്ഷനായി. അങ്ങനെ മൃഗണ്ടുവിന് ഒരു പുത്രൻ ജനിച്ചു. അദ്ദേഹത്തിന്റെ പേരാണ് മാർക്കണ്ഡേയൻ. അങ്ങനെ ആ മുനികുമാരൻ വളർന്നു. ശിക്ഷണങ്ങളെല്ലാം പിതാവിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ അഭ്യസിച്ചു. 6 ശാസ്ത്രങ്ങളും 18 പുരാണങ്ങളും 18 ഉപപുരാണങ്ങളും അങ്ങനെയെല്ലാം വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹം ഹൃദയസ്ഥമാക്കി. അദ്ദേഹത്തിനെ പറ്റി, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അറിവിനെ പറ്റി, വിജ്ഞാനത്തെ പറ്റി എല്ലാവർക്കും വളരെ മതിപ്പായിരുന്നു. വളരെ കൊച്ചു പ്രായത്തിൽ തന്നെ ഇത്രത്തോളം കാര്യങ്ങൾ, ജ്ഞാനം ഉണ്ടായിരുന്ന ഒരു വ്യക്തി ആ സമയത്തുണ്ടായിരുന്നു. അങ്ങനെ കാലം കടന്നുപോയി. നമ്മുടെ മാർക്കണ്ഡേയന് 16 വയസ്സ് തികയുന്ന ദിവസം വന്നെത്തി. അങ്ങനെ രാവിലെ അദ്ദേഹം നോക്കിയപ്പോൾ തൻ്റെ അച്ഛനും അമ്മയൊക്കെ വളരെ വിഷമിച്ചിരിക്കുന്നു. അന്നേരം മൃഗണ്ടു എന്താണ് കാര്യമെന്ന് തിരക്കി. മൃഗണ്ടു അല്ല, നമ്മുടെ മാർക്കണ്ഡേയ കുമാരൻ മൃഗണ്ടുവിനോട് കാര്യം തിരക്കി. മൃഗണ്ടുവിനോടും അമ്മയോടും കാര്യം തിരക്കി. അന്നേരം ഒരുപാട് നിർബന്ധിച്ചപ്പോൾ അവര് ഉണ്ടായ കാര്യങ്ങളെല്ലാം മകനോട് തുറന്നു പറഞ്ഞു. അന്നേരം പറഞ്ഞ, അമ്മയും അച്ഛനും വിഷമിക്കേണ്ട, ഈ സർവ്വലോകത്തിന്റെയും അധിപതിയായിട്ടുള്ള ശിവൻ അല്ലെങ്കിൽ ശിവശങ്കരനോട് ഞാൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ വിഷമത്തിനൊരു പരിഹാരം ഉണ്ടാക്കാൻ ഞാൻ ഇപ്പം തന്നെ പുറപ്പെടുകയാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മാർക്കണ്ഡേയ കുമാരൻ അവിടെ നിന്ന് കുറച്ച് ദൂരത്തേക്ക് മാറി ഒരു ചെറിയ മണ്ണുകൊണ്ടും ചെടി കൊണ്ടും ചേർത്ത് ഒരു ശിവലിംഗം ഉണ്ടാക്കി ശിവനെ ആരാധിക്കാൻ തുടങ്ങി. അങ്ങനെ ആരാധനയിൽ അദ്ദേഹം ഓരോ പുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഓം നമ ശിവായ എന്ന മന്ത്രം ജപിച്ചുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ ശിവനെ മാത്രം മനസ്സിൽ കണ്ടുകൊണ്ട് ഇങ്ങനെ ഒരു തപശ്ചര്യയിലൂടെ അദ്ദേഹം ഇങ്ങനെ കടന്നുപോയി. അദ്ദേഹം ജനിച്ച ആ ഒരു സമയത്ത്, 16 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ജനിച്ച ആ ഒരു കറക്റ്റ് വന്നെത്തി. ആ സമയമായപ്പോഴത്തേക്ക് കാലൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. നമ്മുടെ എല്ലാവരുടെ ഒരു ഹിന്ദു പുരാണം അനുസരിച്ചൊരു സങ്കല്പമാണ്, കാലനാണ് അവസാനം നമ്മളെല്ലാം വന്ന് കയറിട്ട് കൊണ്ടുപോകുന്നു. അങ്ങനെ ആ കാലൻ കയറുമായിട്ട് മാർക്കണ്ഡേയന്റെ അടുത്തോട്ട് വന്നു. അങ്ങനെ അദ്ദേഹത്തിനെ ചേർത്ത് കയറ് ഉരുക്കിട്ടുകൊണ്ട് നീട്ടിയെറിഞ്ഞു. ഇത് കണ്ടപ്പോഴത്തേക്കും നമ്മുടെ മാർക്കണ്ഡേയൻ ഭയന്ന് തന്റെ മുന്നിലിരുന്ന ശിവലിംഗത്തിൽ കെട്ടി അങ്ങ് പിടിച്ചു. ഈ എറിഞ്ഞ കയറ് ചെന്ന് വീണത് നമ്മുടെ ശിവലിംഗത്തെയും ചേർത്ത് മൃഗണ്ടുവിനെയും ചേർത്താണ് ചെന്ന് വീണത്. അങ്ങനെ ശക്തിയായിട്ട് ഈ കയറ് കാലം വലിക്കുകയുണ്ടായി, അല്ലെങ്കിൽ യമധർമ്മം വലിക്കുകയുണ്ടായി. അപ്പോഴത്തേക്ക് സാക്ഷാൽ ശിവഭഗവാൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു.
അങ്ങനെ ശിവഭഗവാനും യമധർമ്മനും തമ്മിലൊരു വാഗ്വാദത്തിൽ ആദ്യം ഏർപ്പെട്ടു. അന്നേരം ശിവഭഗവാൻ പറഞ്ഞു, നീ ഉടൻ തന്നെ ഇവിടെ നിന്ന് പോകണം, എൻ്റെ ഭക്തനെ ഉപദ്രവിക്കരുതെന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷെ യമധർമ്മൻ വിട്ടുകൊടുത്തില്ല. അവന്റെ ആയുസ്സെത്തി, എനിക്ക് അവനെ കൊണ്ടുപോയി പറ്റൂ എന്നുള്ള രീതിയിൽ പറഞ്ഞു. ഇത് കേട്ടപ്പോഴത്തേക്ക് ശിവഭഗവാൻ വളരെ കോപം ഉണ്ടാവുകയും എൻ്റെ വാക്ക് ധിക്കരിക്കാൻ മാത്രം നീ വളർന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം തൻ്റെ 3-ാം കണ്ണായിട്ടുള്ള തൃക്കണ്ണ് തുറന്നുകൊണ്ട് അതിൽ നിന്നും ശക്തമായ അഗ്നി പുറപ്പെടുകയും ആ അഗ്നിയിൽ കാലൻ എരിഞ്ഞടങ്ങുകയും ചെയ്തു. ഇതൊന്നും അറിയാതെ ശിവലിംഗത്തിൽ കെട്ടി പിടിച്ചിരുന്ന നമ്മുടെ മാർക്കണ്ഡേയ കുമാരനെ ശിവഭഗവാൻ വിളിച്ചുണർത്തി. അങ്ങനെ അദ്ദേഹം എഴുന്നേറ്റു. അന്നേരം ഉടൻ തന്നെ ശിവഭഗവാൻ പറഞ്ഞു, നീ ഇനി വിഷമിക്കേണ്ട, നിനക്കിനി മുതൽ എന്നും 16 വയസ്സാണ്. എന്നും 16 വയസ്സുകാരൻ്റെ ആരോഗ്യത്തോടെയും ഇവിടെ നീ എന്നും ചിരഞ്ജീവിയായിട്ട് നിലനിൽക്കട്ടെ എന്നൊരു വരം നമ്മുടെ മാർക്കണ്ഡേയന് കൊടുത്തു. ഇതിന്റെ ബാക്കി കഥ നമുക്കെല്ലാം അറിയാം. കുഞ്ചൻ നമ്പ്യാരൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട് കാലനില്ലാത്ത കാലത്തെ പറ്റി. അങ്ങനെ കാലനില്ലാതെ വരികയും എല്ലായിടത്തും ഒരു അരാജകത്വം നിറയുകയും ചെയ്തു. ആരും മരിക്കുന്നില്ല, അങ്ങനെ പട്ടിണിയാവുന്നു. പലരെയും 100-ഉം 200-ഉം വയസ്സും 300-ഉം 400-ഉം വയസ്സുള്ള ആളുകളും മരിക്കുന്നില്ല. അങ്ങനെ അവരെല്ലാം വളരെയധികം കഷ്ടപ്പെടുന്ന സമയത്ത് സാക്ഷാൽ ശിവഭഗവാൻ തന്നെ അവസാനം കാലന്റെ ചെറിയ അവശിഷ്ടങ്ങളിൽ നിന്ന് അദ്ദേഹത്തെ പുനർജനിപ്പിക്കുന്ന ഒരു കഥ കൂടി ഇതിന്റെ ബാക്കിയായിട്ടുണ്ട്. അന്നേരം ഈ കഥയുടെ സന്ദേശം ഇതാണ്: നമ്മുടെ ജീവിതത്തില് വിധിയെന്ന് ഉള്ള, അല്ലെങ്കിൽ ഇനി നമുക്കൊന്നും, നമ്മുടെ ജീവിതം വളരെ നോൺ സ്റ്റോപ്പിൽ എത്തിയിരിക്കുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ നമ്മുടെ വിധി ഇതാണ് എന്ന് പറഞ്ഞ് നമ്മൾ ഒരിക്കലും മാറി നിൽക്കരുത്. നമ്മുടെ ശ്രമം, പൂർണ്ണമായിട്ടുള്ള ശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ട് കഴിയുമ്പോഴും ഈശ്വരനെ കൂടി നമ്മൾ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. അന്നേരം നമുക്ക് ഈ വിധിയെ തീർച്ചയായിട്ടും മറികടക്കാൻ കഴിയും. അന്നേരം ഇതാണ് ഞാൻ ഇന്ന് ഈ കഥയിലൂടെ നിങ്ങളോട് വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നത്. ഈ കഥ പലപ്പോഴും ഞാൻ എൻ്റെ കുട്ടികളോട് പലപ്പോഴും വർഷങ്ങൾക്ക് മുമ്പ് പറയാറുള്ള ഒരു കഥയാണ്. ഈ ശിവരാത്രിയുടെ മഹാത്മ്യവുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള ഒരു കഥ കൂടിയായിട്ട് നമുക്ക് ഇതിനെ കാണാം. അവിടെ എല്ലാവർക്കും നല്ലൊരു ശിവരാത്രി ആശംസിക്കുന്നു. ജീവിതത്തിൽ വളരെ പ്രതിസന്ധികളും കഷ്ടപ്പാടുകളും ഒക്കെ നമ്മളെ മൂടിക്കളയാം. അന്നേരം ശക്തമായ ഈശ്വര വിശ്വാസത്തോടു കൂടി നമുക്ക് അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം എന്നൊരു സന്ദേശം കൂടിയാണ് ഈ കഥ നൽകുന്നത്. അന്നേരം സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും നല്ലൊരു ശിവരാത്രി എല്ലാവർക്കും ആശംസിക്കുന്നു. നന്ദി.